നിങ്ങളെ നിരാശപ്പെടുത്തുന്ന, നിങ്ങളുടെ ആത്മവിശ്വാസം കെടുത്തുന്ന നിരവധി ആളുകൾ നിങ്ങൾക്ക് ചുറ്റും ഉണ്ടാവും. പക്ഷേ നിങ്ങൾക്ക് പ്രചോദനം നൽകുന്ന ഒരാളെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതം മാറി മറിയും. കോളേജിലേക്ക് ചെല്ലുമ്പോൾ അവിടുത്തെ അധ്യാപകരായിരുന്നില്ല എന്നെ ഭയപ്പെടുത്തിയത്, കൂടെ ഉള്ള ആൺകുട്ടികൾ പോലും ആയിരുന്നില്ല എന്നെ ഭയപ്പെടുത്തിയത്, സുന്ദരികളായ പെൺകുട്ടികളായിരുന്നു എന്നെ ഭയപ്പെടുത്തിയിരുന്നത്. അവരോട് വർത്താനം പറയേണ്ടത് എങ്ങനെയെന്ന് എനിക്കറിയില്ലായിരുന്നു. അവരുടെ മുന്നിലൂടെ നടക്കുമ്പോൾ എൻ്റെ കാല് ചെറുതായിട്ടൊന്ന് വിറയ്ക്കുമായിരുന്നു. പെൺകുട്ടികൾ ഉള്ള ഭാഗത്തൂടെ നടന്നു പോകുമ്പോൾ കൂടെ രണ്ടുപേരെ ഇടത്തും വലത്തും നിർത്തിയാണ് ഞാൻ നടന്നു പോയിരുന്നത്. 3 വർഷം പൂർത്തിയാകുമ്പോഴേക്കും എന്നെ ആ വിദ്യാലയം ഏറെ മാറ്റിയിരുന്നു. വളരെ ആത്മവിശ്വാസം തന്നു. ആത്മവിശ്വാസം ഏതറ്റം വരെ തന്നു എന്ന് ചോദിച്ചാൽ, സെക്കൻഡ് ഇയർ ആയപ്പോഴേക്കും അതിലെ ഒരു സുന്ദരിയെ ഞാൻ വളച്ചെടുക്കുന്നിടം വരെ കാര്യങ്ങളെത്തി. സമ്മതിച്ചില്ല എങ്കിൽ കൂടി എൻ്റെ നിരന്തരമായ പരിശ്രമത്തിന് ഫലം കണ്ട് ആ പെൺകുട്ടിയുമായിട്ട് വലിയൊരു പ്രണയത്തിലെ അന്നത്തെ ആ കാമുകിയെ ഇന്നും ഞാൻ കണ്ടു. രാവിലെ ഇങ്ങ് പുറപ്പെടുമ്പോൾ എനിക്ക് കാപ്പി എടുത്തു തന്ന അവളാണ്. നമ്മുടെ മാതാപിതാക്കളുടെയും അധ്യാപകരുടെയും വീക്ഷണത്തിൽ വലിയ മാറ്റം വരേണ്ടതുണ്ട് എന്നാണ്. കാരണം കോവിഡിന് ശേഷം വിദ്യാലയങ്ങളിലേക്ക്, കോളേജുകളിലേക്ക് എത്തുന്ന വിദ്യാർത്ഥികളെ നമ്മൾ അതിനു മുമ്പുള്ള വിദ്യാർത്ഥികളെ കൈകാര്യം ചെയ്യുന്നത് പോലെ അല്ല കൈകാര്യം ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം. കാരണം ഏതാണ്ട് ഈ പ്രായത്തിലൊക്കെയുള്ള പിള്ളേർ എൻ്റെ വീട്ടിലുണ്ട്. ഇവരുടെ സ്വപ്നങ്ങൾ, ഇവരുടെ സാധ്യതകൾ ഇതെല്ലാം വലിയ തോതിൽ മാറിയിരിക്കുകയാണ്. ഇന്നിവര് ജീവിക്കുന്നത് നമ്മളൊന്നും സ്വപ്നം കാണാത്ത, ഞാൻ മാതാപിതാക്കളോടാണ് പറയുന്നത്, സ്വപ്നം കാണാത്ത സാധ്യതകളുടെ ഒരു ലോകത്താണ്. നമ്മുടെ മനസ്സിൽ ഇന്നും ഏറ്റവും മിടുക്കനെ എന്ന് പറയുന്നത് എൻട്രൻസ് പരീക്ഷയ്ക്ക് ഉയർന്ന റാങ്കോടെ ജയിക്കുന്നവനാണെങ്കിൽ, അതൊന്നുമല്ലാത്ത പരീക്ഷയ്ക്ക് 1 മാർക്കും ചിലപ്പോൾ കിട്ടാതെ പോയവൻ തന്നെ ലോകത്തിന്റെ ഗതി നിർണ്ണയിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഞാൻ എൻ്റെ പിതാവിൻ്റെ പാർലർ കോളേജിൽ പഠിക്കുമ്പോൾ അദ്ദേഹത്തോട് പ്രതികാരം ചെയ്തത്, +1 പഠിക്കുമ്പോൾ തന്നെ ദൂരദർശനിലേക്ക് പ്രോഗ്രാമുകൾ ചെയ്യാനുള്ള പ്രപ്പോസലുമായിട്ട് പോയി ടെലിവിഷൻ പ്രപ്പോസലുകളും സ്ക്രിപ്റ്റ് എഴുത്തും ആരംഭിച്ചു എന്നുള്ളതാണ്. +1 പഠിക്കുമ്പോൾ +2 അതിനൊക്കെ ഒരു തീരുമാനമായി. ദൂരദർശനിൽ നിന്ന് കത്ത് വന്നു, തൻ്റെ ഈ സ്ക്രിപ്റ്റ് കാശിന് കൊള്ളിയല്ല, അതുകൊണ്ട് വേറെ പണി നോക്കിയോന്ന് പറഞ്ഞ്. മമ്മൂട്ടിക്ക് വേണ്ടി ഇവിടെ കൊണ്ടുവന്ന ഒരു ക്യാമറ ഉണ്ടായിരുന്നു, ലെൻസ്മാൻ എന്ന് പറഞ്ഞ സ്റ്റുഡിയോയിലേക്ക്. അത് മമ്മൂട്ടിക്ക് എന്തോ ഒരു കുഴപ്പം കൊണ്ടത് എടുക്കാൻ പറ്റിയില്ല. അത് വന്നപ്പോൾ ആ ലെൻസ്മാനിലെ ഉടമസ്ഥൻ എന്നോട് പറഞ്ഞു, സന്തോഷേ, ഈ ക്യാമറ എടുത്തിട്ട് കുറച്ച് പൈസ തന്നാൽ മതി, ബാക്കി ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് തന്നാൽ മതി. അങ്ങനെ കിട്ടിയ ക്യാമറയുമായിട്ട് നേപ്പാളിലേക്ക് ഒരു യാത്രയിലാണ് ഞാൻ ഈ സഞ്ചാരം അങ്ങ് നടപ്പാക്കുക എന്ന് തീരുമാനിച്ചത്. നിർഭാഗ്യവശാൽ എനിക്കൊരു വിൻഡോ സീറ്റ് കിട്ടിയില്ല. അതുകൊണ്ട് നടുക്കുള്ളൊരു സീറ്റിൽ, അയൽ സീറ്റിൽ ഇരിക്കേണ്ടി വന്നു. ഞാനൊരു റിക്വസ്റ്റ് ചെയ്തു, പക്ഷെ കിട്ടിയില്ല. അപ്പോൾ അദ്ദേഹം എന്നെ അടിമുടി ഒന്ന് നോക്കി, കയ്യിലെ ക്യാമറയിലൊക്കെ നോക്കിയിട്ട് അദ്ദേഹം ചോദിച്ചു, ഈ പുറകിലെ ഈ ജനക്കൂട്ടത്തിൻ്റെ ഇടയ്ക്ക് ഇരുന്നിട്ടാണോ താൻ ഈ ട്രാവലോഗ് ഉണ്ടാക്കുന്നത്? ഒരു കാര്യം ചെയ്യേ, തനിക്ക് ഇവിടെ ഇരിക്കാൻ പറ്റുമോ? എവിടെയാണെന്ന് എനിക്ക് മനസ്സിലായില്ല. അദ്ദേഹം പറഞ്ഞു, ആ ഡോർ അടയ്ക്കാൻ പറഞ്ഞു. കോക്പിറ്റിന്റെ ഡോർ അടച്ചു. ആ ഡോറിൽ മടക്കി വെച്ചിരിക്കുന്ന ഒരു സീറ്റ് ഉണ്ട്, നിവർത്തിയിടാൻ പറഞ്ഞു. നിവർത്തിയിട്ടു. അവിടെ ഇരിക്കാൻ പറഞ്ഞു. ഞാൻ ഇരുന്നു. ക്യാമറ ഓൺ ചെയ്യുന്നില്ലേ ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഓൺ ചെയ്യാം. ഞാൻ ക്യാമറ ഓൺ ചെയ്തു. ആ കോക്പിറ്റിൽ നിന്ന് ഷോട്ടുകൾ പൈലറ്റുമാരുടെ എടുത്തു. ഇപ്പം ഈ സംസാരിക്കുന്ന സമയത്ത് ഒരു കോ പൈലറ്റ് ഉണ്ട്, ചെറുപ്പക്കാരൻ. അദ്ദേഹം ഇത് വർത്തിക്കൊണ്ടിരിക്കുന്നത്. എന്നിട്ട് എന്നോട് ചോദിച്ചു, കാണാൻ പറ്റുന്നുണ്ടോ പുറത്തെ കാഴ്ച? ഞാൻ പറഞ്ഞു, കാണാൻ പറ്റുന്നില്ല, നിങ്ങളെയൊക്കെ കാണുന്നുള്ളൂ. നീ എഴുന്നേറ്റ് നിൽക്കുക, അപ്പോൾ കാണാൻ പറ്റും. അപ്പം ഞാൻ അവിടെ എഴുന്നേറ്റ് നിന്നു. ജനലിൽ കൂടെ നോക്കുമ്പോൾ, വിൻഡോയിലൂടെ നോക്കുമ്പോൾ കാണാം താഴത്തെ മലനിരകൾ. പയ്യെ ഷൂട്ട് ചെയ്ത് തുടങ്ങി. ഇത്തിരി കഴിഞ്ഞപ്പോഴത്തേക്കും മനാക്കാമന എന്ന് പറയുന്നൊരു ക്ഷേത്രമുണ്ട്, അത് ആകാശത്ത് നിന്ന് കാണാം. അതിങ്ങനെ ഷൂട്ട് ചെയ്യാൻ തുടങ്ങിയപ്പോഴത്തേക്ക് അതങ്ങനെ അങ്ങ് പോയി. അപ്പോൾ പൈലറ്റ് രത്തൻ ചോദിച്ചു, കിട്ടിയോ അത്? ഞാൻ പറഞ്ഞു, മുഴുവൻ കിട്ടിയില്ല. കിട്ടിയില്ലേ പറയണ്ടേ? അയാൾ പയ്യെ വിമാനം ഒന്ന് ചെരിച്ചു. ഇപ്പൊ കിട്ടുന്നുണ്ടോ? ഞാൻ പറഞ്ഞു, കിട്ടുന്നുണ്ട്. ആ, എടുത്തോളൂ. അങ്ങനെ ചെരിച്ച വിമാനത്തിനകത്തിരുന്ന് ഞാൻ ആ ഷോട്ടുകൾ എടുത്തു. കഴിഞ്ഞ 4 ദിവസം ഞാൻ കേട്ടത് നമ്മുടെ മനസ്സ് മടുപ്പിക്കുന്ന, നമ്മളെ നിരാശപ്പെടുത്തുന്ന വാക്കുകളാണെങ്കിൽ, ആകാശത്ത് നിന്ന് ഭൂമി കണ്ട ഒരു മനുഷ്യൻ ഇതാ പറയുന്നു, നിന്റെ ഈ യാത്ര സഫലമാകും, നീ ഒരു ദിവസം വിജയിയായി തീരും. അവിടുന്ന് ഞാനൊരു തീരുമാനമെടുത്തു, ഈ സ്വപ്നവുമായിട്ട് ഞാൻ മുന്നോട്ട് പോവുക തന്നെ ചെയ്യും. അങ്ങനെയാണ് സഞ്ചാരം പറക്കുന്നത്. പിന്നീട് സഞ്ചാരം ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്തു. 12 വർഷം പ്രതിഫലങ്ങളൊന്നുമില്ലാതെ അതിൽ പോയി. 2012 സഫാരി എന്ന ടെലിവിഷൻ ചാനലായി മാറി. ഇപ്പോ നിങ്ങളുടെ മുമ്പിൽ ഞാനിവിടെ നിൽക്കുകയാണ്. 152 രാജ്യങ്ങൾ കഴിഞ്ഞ്. ബഹുമാനപ്പെട്ട വർഗീസ് പുതുശ്ശേരി അച്ഛൻ, പ്രിൻസിപ്പൽ ഫ്രാങ്ക്ലിൻ സർ, അതിഥിയായി ഇവിടെ എത്തിയിരിക്കുന്ന മുൻ വിദ്യാർത്ഥിനി പൂർണ്ണശ്രീ ഹരിദാസ്, വൈസ് പ്രിൻസിപ്പൽ ടോമി അച്ഛൻ,
ജോസ് വർഗീസ് സർ, ഡോക്ടർ CS ഫ്രാൻസിസ് സർ, ബാബു ജോസഫ് സർ, ഡോക്ടർ CB എബ്രഹാം സർ, ഈ കലാലയത്തിലെ ബഹുമാനപ്പെട്ട അധ്യാപകരെ, ഇവിടുത്തെ മറ്റ് പ്രവർത്തകരെ, ഇതെല്ലാം ഉപരിയായി ഇന്ന് പുതിയ ഒരു പാതയിലേക്ക്, ജീവിതത്തിൻ്റെ പുതിയൊരു ഘട്ടത്തിലേക്ക് കടന്നു വന്നിരിക്കുന്ന പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, അവരുടെ മാതാപിതാക്കളെ, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇപ്പോൾ ഇവിടെ നിൽക്കുന്ന നിങ്ങളെ അഭിമുഖീകരിക്കുന്ന സമയത്ത് അനുഭവിക്കുന്ന വികാരം എന്താണെന്ന് ചോദിച്ചാൽ അടുത്ത അസൂയയാണ്. അച്ഛൻ ഒരു ലിസ്റ്റ് അങ്ങ് വായിച്ചു. ഇവിടെ സ്റ്റേജിൽ വെച്ച് മാത്രമല്ല, താഴെ ഇരിക്കുമ്പോഴും. അത് ഏതോ ഒരു സിനിമയിലെ ജഗതി പറഞ്ഞ ഡയലോഗാണ് എനിക്ക് ഓർമ്മ വന്നത്. ആ പറഞ്ഞ ലിസ്റ്റ് ഇതായിരുന്നു: ഇവിടെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി ഇവിടെ ഇരുന്ന് പഠിച്ചതാണ്, ഉന്നത വിദ്യാഭ്യാസ മന്ത്രി റോജി M. ജോൺ ഇവിടെ ഇരുന്ന് പഠിച്ചതാണ്, മുൻ മന്ത്രിമാര്, കേന്ദ്രമന്ത്രിമാര് KV തോമസ്, MM ജേക്കബ് ഇവരൊക്കെ ഇവിടെ ഇരുന്ന് പഠിച്ചതാണ്, ഗവൺമെന്റ് ചീഫ് വിപ്പ് അബു ജോസഫ് ഇവിടെ പഠിച്ചയാളാണ്, ഹൈബി ഈലൻ ഇവിടെ പഠിച്ചയാളാണ്, KM മാണി ഇവിടെ പഠിച്ചതാണ്, PJ ജോസഫ് ഇവിടെ പഠിച്ചതാണ്. പിന്നെ വേറൊരു ലിസ്റ്റ്: മമ്മൂട്ടി ഇവിടെ പഠിച്ചതാണ്, കുറേയേറെ കലാകാരന്മാരുടെ പേര്, അവസാനം പൂർണ്ണശ്രീ ഇവിടെ പഠിച്ചതാണ്, ബിസിനസ്സുകാര്, സിന്തൈറ്റിന്റെ ചെയർമാൻ, ഈസ്റ്റേണിന്റെ ചെയർമാൻ ഇവരൊക്കെ ഇവിടെ പഠിച്ചതാണ്. ഇതൊക്കെ എൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞപ്പോ ഇതെന്നെ ഉദ്ദേശിച്ചാണ്, എന്നെ മാത്രം ഉദ്ദേശിച്ചാണെന്ന് എനിക്ക് മനസ്സിലായി. എന്നൊക്കെ എവിടെയാ പഠിച്ചേ എന്നാണ് ആ ചോദ്യത്തിന്റെ അർത്ഥം. ശരിയാണ്, ചെറിയൊരു അസൂയയോടെ, ചെറിയൊരു വിഷമത്തോടെയും തന്നെയാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുന്നത്. ഇത്രയൊക്കെ മഹാരഥന്മാരെ സൃഷ്ടിച്ച ഒരു കലാലയത്തിന്റെ ഒരു വിദ്യാർത്ഥിയായി പഠിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ള വലിയൊരു നിരാശയുണ്ട്. പക്ഷേ ഈ പഠിച്ച മഹാന്മാരിൽ അവരൊക്കെ ഈ വേദിയിൽ വന്നിട്ടുണ്ടെങ്കിലും ഇവിടെ പഠിക്കാത്ത, ഈ വരാന്തയിൽ പോലും കയറാത്ത എനിക്കും ഈ സ്റ്റേജിൽ നിൽക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ചെറിയൊരു സന്തോഷം തരുന്നുണ്ട്. ഞാൻ കുറച്ചു നേരം അവിടെ ഇരുന്നപ്പോൾ കണ്ടത് കുട്ടികളുടെയൊക്കെ മുഖത്ത് ചെറിയൊരു ആശങ്ക, ടെൻഷനൊക്കെയാണ്. ഞാൻ അപ്പോൾ ഇരുന്ന് ചിന്തിച്ചത്, ഞാൻ കോളേജിലേക്ക് ഡിഗ്രി വിദ്യാർത്ഥിയായി ആദ്യം ചെന്ന ദിവസങ്ങൾ തന്നെയാണ്. അതും ഞാൻ പഠിച്ച കാലത്ത് പ്രീ ഡിഗ്രി ഉണ്ട്, എങ്കിലും എൻ്റെ ആദ്യത്തെ കോളേജ് ജീവിതം ഡിഗ്രി കാലത്ത് മാത്രമായിരുന്നു. 10ാം ക്ലാസ്സിൽ തരക്കേടില്ലാതെ മാർക്കോടെ ജയിച്ച എന്നെ എൻ്റെ പിതാവ് ഒരു നല്ല നടപ്പിന് വിധിച്ചു. അദ്ദേഹത്തിന് അന്ന് ഞങ്ങളുടെ ഗ്രാമത്തിൽ മരങ്ങാട്ടുപള്ളി എന്ന് പറയുന്ന ചെറിയൊരു ഗ്രാമം, നിങ്ങളിൽ പലരും കേട്ടിട്ട് പോലും ഉണ്ടാവില്ല, ആ ഗ്രാമത്തിൽ ഒരു പാരലൽ കോളേജ് ഉണ്ടായിരുന്നു. അദ്ദേഹം എന്നോട് ഒരു ദിവസം വളരെ സ്നേഹപൂർവ്വം വിളിച്ച് ചോദിച്ചു, എന്താണ് നിന്റെ സ്വപ്നങ്ങൾ? അപ്പൊ ഞാൻ അറിയാതെ മനസ്സ് തുറന്ന് പറഞ്ഞു പോയി, എനിക്ക് മീഡിയയാണ് ഇഷ്ടം, മാധ്യമ പ്രവർത്തനം, വിഷ്വൽ മീഡിയ, ഇതാണ് എൻ്റെ സ്വപ്നം. അപ്പൊ നീ എന്താണ് പഠിക്കാൻ പോകുന്നത്? അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ 3rd ഗ്രൂപ്പ് എടുക്കും. 3rd ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ഹ്യൂമാനിറ്റീസ് തന്നെയാണ്. അപ്പൊ അതെല്ലാം കഴിഞ്ഞു. എനിക്ക് പാലാ സെന്റ് തോമസ് കോളേജിൽ നിന്ന്, കുറവലങ്ങാട് ദേവമാത കോളേജിൽ നിന്ന്, ഉഴവൂർ സെന്റ് സ്റ്റീഫൻസ് കോളേജിൽ നിന്നൊക്കെ അഡ്മിഷന്റെ കാർഡുകൾ വന്നപ്പോൾ ഇത് അദ്ദേഹത്തിന് കൊണ്ടുപോയി കൊടുത്തു. അദ്ദേഹം അതെല്ലാം വായിച്ചു നോക്കിയിട്ട് എൻ്റെ മുന്നിൽ വെച്ച് ആ 3 കാർഡും കൂടെ ചേർത്ത് വെച്ച് വലിച്ചു കയറി വേസ്റ്റ് കൊട്ടയ്ക്കകത്തോട്ടിട്ടു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഈ 3rd ഗ്രൂപ്പ് പഠിക്കാൻ ഈ നാട്ടിലെ ഏറ്റവും നല്ല വിദ്യാഭ്യാസ സ്ഥാപനം ഞാൻ നടത്തുന്ന പാർലർ കോളേജാണ്. അതുകൊണ്ട് നീ അടുത്ത 2 കൊല്ലം എൻ്റെ കൂടെ ആയിരിക്കും പഠിക്കാൻ പോകുന്നത്. അങ്ങനെ ഒരു വലിയ ശിക്ഷയ്ക്കാണ് എന്നെ വിധിച്ചത്. അതുകൊണ്ട് തന്നെ ഈ 2 വർഷം ഒരു നല്ല കോളേജിലെ, കലാലയത്തിലെ മിടുക്കന്മാരെ, പ്രത്യേകിച്ച് മിടുക്കികളെ കാണാനോ സംസാരിക്കാനോ അവരുമായിട്ട് ഇടപെടാനോ ഒന്നുമുള്ളൊരു യോഗം എനിക്കുണ്ടായില്ല. അതുകൊണ്ട് തന്നെ കോളേജിലേക്ക് ചെല്ലുമ്പോൾ അവിടുത്തെ അധ്യാപകരായിരുന്നില്ല എന്നെ ഭയപ്പെടുത്തിയത്, കൂടെ ഉള്ള ആൺകുട്ടികൾ പോലും ആയിരുന്നില്ല എന്നെ ഭയപ്പെടുത്തിയത്, സുന്ദരികളായ പെൺകുട്ടികളായിരുന്നു എന്നെ ഭയപ്പെടുത്തിയിരുന്നത്.
അവരോട് വർത്താനം പറയേണ്ടത് എങ്ങനെയെന്ന് എനിക്കറിയില്ലായിരുന്നു. അവരുടെ മുന്നിലൂടെ നടക്കുമ്പോൾ എൻ്റെ കാല് ചെറുതായിട്ടൊന്ന് വിറയ്ക്കുമായിരുന്നു. പെൺകുട്ടികൾ ഉള്ള ഭാഗത്തൂടെ നടന്നു പോകുമ്പോൾ കൂടെ രണ്ടുപേരെ ഇടത്തും വലത്തും നിർത്തിയാണ് ഞാൻ നടന്നു പോയിരുന്നത്. 3 വർഷം പൂർത്തിയാകുമ്പോഴേക്കും എന്നെ ആ വിദ്യാലയം ഏറെ മാറ്റിയിരുന്നു. വളരെ ആത്മവിശ്വാസം തന്നു. ആത്മവിശ്വാസം ഏതറ്റം വരെ തന്നു എന്ന് ചോദിച്ചാൽ, സെക്കൻഡ് ഇയർ ആയപ്പോഴേക്കും അതിലെ ഒരു സുന്ദരിയെ ഞാൻ വളച്ചെടുക്കുന്നിടം വരെ കാര്യങ്ങളെത്തി. സമ്മതിച്ചില്ല എങ്കിൽ കൂടി എൻ്റെ നിരന്തരമായ പരിശ്രമത്തിന് ഫലം കണ്ട് ആ പെൺകുട്ടിയുമായിട്ട് വലിയൊരു പ്രണയത്തിലായി. അപ്പം ഞാൻ ഇവിടെ നിന്ന് ചിന്തിച്ചത് മുഴുവൻ ആ കോളേജിലെ ഡിഗ്രി കാലത്തെ പ്രണയത്തെക്കുറിച്ചും എൻ്റെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റികളെ കുറിച്ചുമൊക്കെയാണ്. ഞാൻ ലിറ്ററേച്ചറാണ് പഠിച്ചിരുന്നത്. അവിടെ പലരും എസ്സേ, അനോട്ടേഷൻ ഒക്കെ പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറാക്കുമ്പം റോമിയോ ആൻഡ് ജൂലിയറ്റ് ഒക്കെ പ്രാക്ടിക്കൽ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു ഞാൻ. അപ്പം അങ്ങനെ ആ പ്രണയകാലം, വിദ്യാഭ്യാസകാലം, കോളേജ് കാലം കഴിഞ്ഞാണ് ഞാൻ ജേർണലിസം ആൻഡ് മാസ് കമ്മ്യൂണിക്കേഷൻ പഠിക്കാനായിട്ട് പിന്നീട് മധുരയിലേക്കും പിന്നെ മദ്രാസിലേക്കും ഒക്കെ പോകുന്നത്. അപ്പോൾ ഞാൻ ആ ഒരു ഓർമ്മകളിലാണ് പലപ്പോഴും കോളേജുകളിലേക്കുള്ള യാത്രകൾ ആരംഭിക്കുന്നത്. അന്നത്തെ ആ കാമുകിയെ ഇന്നും ഞാൻ കണ്ടു. രാവിലെ ഇങ്ങ് പുറപ്പെടുമ്പോൾ എനിക്ക് കാപ്പി എടുത്ത് തന്ന അവളാണ്. അപ്പോൾ ഈ യാത്രയ്ക്ക് കോളേജിലേക്കൊക്കെ പുറപ്പെടുമ്പോൾ ഭാര്യ ചെറിയൊരു സംശയത്തോടെ എന്നെ ഒന്ന് നോക്കാറുണ്ട്. ആ പഴയ ഓർമ്മകളിൽ കോളേജിലേക്ക് പോകുന്നത്, ഇദ്ദേഹം എന്താണ് ചെയ്യാൻ പോകുന്നത്, പറയാൻ പോകുന്നത് എന്നൊക്കെയുള്ള സംശയത്തിൽ. കാരണം ഈ കഥകളൊക്കെ ഞാൻ പലയിടത്തും പറയും എന്ന് അവൾക്കൊരു ഭയമുണ്ട്. അപ്പോൾ ഇനി അങ്ങോട്ട് നമ്മൾ തുടങ്ങുകയാണ് അല്ലേ? ഇന്ന് ഒരു തുടക്കമാണ്. എനിക്കറിയാം ഈ ഇരിക്കുന്ന ആളുകൾ, മുമ്പേ പറഞ്ഞ ഒരു ലിസ്റ്റ് ഉണ്ടല്ലോ, നീണ്ട ലിസ്റ്റ്, അതിൻ്റെ തുടർച്ചയാവേണ്ട ആളുകൾ തന്നെയാണെന്നുള്ള ബഹുമാനത്തോടെ ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. നാളെ വരാനിരിക്കുന്ന കാലത്ത് കേരളത്തെ നയിക്കേണ്ട, കേരളത്തിൻ്റെ രാഷ്ട്രീയ മേഖലയെ, കേരളത്തിൻ്റെ വ്യവസായ മേഖലയെ, കേരളത്തിൻ്റെ കലാമേഖലയെ, കേരളത്തിൻ്റെ ഗവേഷണ മേഖലയെ, കേരളത്തിൻ്റെ ഭാവിയിലേക്കുള്ള വളർച്ചയുടെ സകല മേഖലകളെയും നയിക്കാൻ ജനിച്ച ആളുകളാണ് ഇന്ന് ഈ തേവര കോളേജിലെ ഈ ഓഡിറ്റോറിയത്തിലിരിക്കുന്നത്. എനിക്ക് നല്ല ഉറപ്പുണ്ട്. അതിന് എനിക്കറിയാം, ഞാൻ പഠിച്ച കാലത്തെ, അല്ലെങ്കിൽ എനിക്ക് തൊട്ടു മുമ്പുള്ള തലമുറ പഠിച്ച കാലത്തെ ഒരു ടെക്നോളജി അല്ല, സാങ്കേതിക വിദ്യയല്ല, വീക്ഷണമല്ല വേണ്ടതെന്ന്. അതിലേറ്റവും പ്രധാനമായിട്ടും എനിക്ക് തോന്നുന്നത് നമ്മുടെ മാതാപിതാക്കളുടെയും അധ്യാപകരുടെയും വീക്ഷണത്തിൽ വലിയ മാറ്റം വരേണ്ടതുണ്ട് എന്നാണ്. കാരണം കോവിഡിന് ശേഷം വിദ്യാലയങ്ങളിലേക്ക്, കോളേജുകളിലേക്ക് എത്തുന്ന വിദ്യാർത്ഥികളെ നമ്മൾ അതിനു മുമ്പുള്ള വിദ്യാർത്ഥികളെ കൈകാര്യം ചെയ്യുന്നത് പോലെ അല്ല കൈകാര്യം ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം. കാരണം ഏതാണ്ട് ഈ പ്രായത്തിലൊക്കെയുള്ള പിള്ളേർ എൻ്റെ വീട്ടിലുണ്ട്. ഇവരുടെ സ്വപ്നങ്ങൾ, ഇവരുടെ സാധ്യതകൾ ഇതെല്ലാം വലിയ തോതിൽ മാറിയിരിക്കുകയാണ്. ഇന്നിവര് ജീവിക്കുന്നത് നമ്മളൊന്നും സ്വപ്നം കാണാത്ത, ഞാൻ മാതാപിതാക്കളോടാണ് പറയുന്നത്, സ്വപ്നം കാണാത്ത സാധ്യതകളുടെ ഒരു ലോകത്താണ്. നമ്മുടെ മനസ്സിൽ ഇന്നും ഏറ്റവും മിടുക്കനെ എന്ന് പറയുന്നത് എൻട്രൻസ് പരീക്ഷയ്ക്ക് ഉയർന്ന റാങ്കോടെ ജയിക്കുന്നവനാണെങ്കിൽ, അതൊന്നുമല്ലാത്ത പരീക്ഷയ്ക്ക് ഒരു മാർക്കും ചിലപ്പോൾ കിട്ടാതെ പോയവൻ തന്നെ ലോകത്തിന്റെ ഗതി നിർണ്ണയിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ടെക്നോളജിയുടെ അനന്തമായ സാധ്യതകൾ ഇന്ന് ലഭ്യമാകുന്ന ഈ കാലഘട്ടത്തിൽ കുട്ടികൾക്ക് വേണ്ടി നമ്മൾ സ്വപ്നങ്ങൾ കാണുന്നതിൽ തെറ്റില്ല. അവരുടെ സ്വപ്നത്തിനൊപ്പമായിരിക്കണം നമ്മുടെ സഞ്ചാരം. ഞാൻ ഒരു 152 രാജ്യങ്ങളിലൂടെ സഞ്ചരിച്ചു. ഇപ്പോൾ ഇൻട്രൊഡക്ഷൻ പറഞ്ഞപ്പോൾ കുറച്ച് പൊലിപ്പിച്ചിട്ടാണെങ്കിൽ എന്നെക്കുറിച്ച് നല്ല വാക്കുകളൊക്കെ കുറെ പറഞ്ഞു. കുറച്ചൊക്കെ സത്യമാണ് അതിനകത്ത്. ഞാൻ 97 ലോകയാത്രകൾ ആരംഭിച്ച ഒരാളാണ്. അന്ന് ഈ വിദ്യാർത്ഥികളാരും ജനിച്ചിട്ടില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. 97 ഇത് ആരംഭിക്കുമ്പോൾ നമ്മുടെ ബാബു ജോസഫ് സാറിനറിയാം ആ ഏകദേശം എൻ്റെ യാത്രകളുടെ കഥകളൊക്കെ. അന്നൊക്കെ അദ്ദേഹം ഈ മേഖലയിലെ ഒരു പ്രധാന വ്യക്തിയാണ്, ടെലിവിഷൻ വിഷ്വൽ മീഡിയയുടെ. ബാബു ജോസഫ് സാറിനെ നിങ്ങൾ അടുത്ത ദിവസങ്ങളിൽ പരിചയപ്പെടും, ഇവിടുത്തെ കമ്മ്യൂണിക്കേഷൻസ് ഡിപ്പാർട്ട്മെന്റിലെ പ്രധാന വ്യക്തി. എൻ്റെ ഒരു സ്വപ്നം, ഞാൻ പറഞ്ഞല്ലോ മാസ് കമ്മ്യൂണിക്കേഷനൊക്കെ പഠിച്ചിങ്ങ് ഇറങ്ങി വന്ന് എൻ്റെ സ്വപ്നം അന്ന് ടെലിവിഷനാണ് താരം, ടെലിവിഷനിൽ ഒരു സംഭവമായി മാറണമെന്നായിരുന്നു. പക്ഷേ സ്വാഭാവികമായിട്ടും എൻ്റെ കുടുംബത്തിൽ ആർക്കും ടെലിവിഷന്റെ ഒരു പശ്ചാത്തലമില്ല, ദൃശ്യമാധ്യമത്തിൽ പ്രവർത്തിച്ചിട്ടില്ല. സിനിമയും ടെലിവിഷനും ഒക്കെ ശരിയായൊരു പാതയാണോ എന്ന് സംശയമുള്ള ഒരു ഓർത്തഡോക്സ് ചിന്ത തന്നെ നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ട്. എൻ്റെ മാതാപിതാക്കൾ, എൻ്റെ അമ്മയും പിതാവും ഒക്കെ അധ്യാപകരായിരുന്നു.
പിതാവ് അക്കാലമായപ്പോഴേക്കും ലേബർ ഇന്ത്യ എന്ന പ്രസിദ്ധീകരണം വഴി ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്വപ്നങ്ങളൊക്കെ അദ്ദേഹത്തിൻ്റെ സ്കൂള്, അദ്ദേഹം നടത്തുന്ന വിദ്യാഭ്യാസ സ്ഥാപനം, അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധീകരണം, ഇതിൻ്റെയൊക്കെ ഭാഗമായി ഞാൻ നിൽക്കുക, അദ്ദേഹത്തിൻ്റെ ഏറ്റവും അടുത്ത ഒരു ലെഫ്റ്റനന്റ് ആയി കൂടെ ഉണ്ടാവുക എന്നതൊക്കെ തന്നെയാണ് ഏത് പിതാവിനെയും പോലെ. പക്ഷേ അവിടെ ടെലിവിഷൻ, വിഷ്വൽ മീഡിയ എന്ന സ്വപ്നവുമായിട്ട് ഞാൻ ഇറങ്ങുമ്പോൾ തീർച്ചയായും കോൺഫ്ലിക്റ്റുകൾ ഉണ്ടാവും. ഈ കോൺഫ്ലിക്റ്റുകൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അപ്പോഴും ഞാൻ പല പ്രോഗ്രാമുകൾ, അക്കാലത്ത് ഞാൻ ആദ്യം സഞ്ചാരമല്ല ആരംഭിച്ചത്, ഞാൻ 93 കാലഘട്ടത്തിൽ തന്നെ ടെലിവിഷൻ പ്രൊഡക്ഷൻ ആരംഭിച്ചു സ്വന്തമായിട്ട്. നിങ്ങൾ ഇവിടെ ഇരിക്കുന്ന പല ആളുകൾക്കും ചിലർക്കൊക്കെ ചിലപ്പോൾ അതിനേക്കാൾ അനുഭവങ്ങൾ ഉണ്ടാവാം. +2 പഠിക്കുമ്പോൾ അല്ലെങ്കിൽ +1 പഠിക്കുമ്പോൾ ടെലിവിഷൻ പ്രോഗ്രാം, ടെലിവിഷൻ ചാനലിന് വേണ്ടി പ്രോഗ്രാം പ്രൊഡ്യൂസ് ചെയ്ത അനുഭവം ഉണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ഞാൻ എൻ്റെ പിതാവിൻ്റെ ബാർലറ്റ് കോളേജിൽ പഠിക്കുമ്പോൾ അദ്ദേഹത്തോട് പ്രതികാരം ചെയ്തത് +1 പഠിക്കുമ്പോൾ തന്നെ ദൂരദർശനിലേക്ക് പ്രോഗ്രാമുകൾ ചെയ്യാനുള്ള പ്രപ്പോസലുമായിട്ട് പോയി ടെലിവിഷൻ പ്രൊപ്പോസലുകളും സ്ക്രിപ്റ്റ് എഴുത്തും ആരംഭിച്ചു എന്നുള്ളതാണ്. +1 പഠിക്കുമ്പോൾ +2 അതിനൊക്കെ ഒരു തീരുമാനമായി. ദൂരദർശനിൽ നിന്ന് കത്ത് വന്നു, തൻ്റെ ഈ സ്ക്രിപ്റ്റ് കാശിന് കൊള്ളിയല്ല, അതുകൊണ്ട് വേറെ പണി നോക്കിക്കുമെന്ന് പറഞ്ഞ്. അപ്പോൾ അത് തൽക്കാലം അവിടെ മടക്കി വെച്ചെങ്കിലും ഈ PG പഠിക്കുന്ന സമയത്ത് തന്നെ ഞാൻ വീണ്ടും പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. അങ്ങനെ ടെലിവിഷൻ ഡോക്യുമെൻ്ററികൾ, ടെലിവിഷൻ സീരിയലുകൾ, ചിത്രപുരത്തെ വിശേഷങ്ങൾ, മാലുവിൻ്റെ ലോകം, കൃഷ്ണഗാഥ, ആചാര്യ, ഇങ്ങനെയൊക്കെയുള്ള കുറേ പരിപാടികൾ ചെയ്തു. അപ്പോൾ കുറച്ച് വർഷങ്ങൾ, ഏതാനും 1-2 വർഷങ്ങൾ അങ്ങനെ മുമ്പോട്ട് പോയപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി, ഇതൊന്നും അല്ല എൻ്റെ മേഖല. ഇവിടെ ഞാനൊരു ഡോക്യുമെൻ്ററി ചെയ്തില്ലെങ്കിലും കേരളത്തിൽ ഒന്നും സംഭവിക്കില്ല, നല്ല മിടുക്കന്മാർ എന്നേക്കാളുണ്ട്. ഞാനൊരു സീരിയൽ ചെയ്തില്ലെങ്കിൽ ഇവിടെ ഒന്നും സംഭവിക്കില്ല, കാരണം എന്നേക്കാൾ മിടുക്കന്മാർ ധാരാളം ഇവിടെയുണ്ട്. എന്താണ് എൻ്റെ കയ്യൊപ്പ് പതിപ്പിക്കുന്ന, ഞാൻ കണ്ടുപിടിക്കുന്ന, ഞാൻ അവതരിപ്പിക്കുന്ന, എൻ്റെ പേരിൽ അറിയപ്പെടുന്ന ഒരു പരിപാടി? കുറച്ചു കാലം കുറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി, സാമ്പത്തിക പ്രതിസന്ധികളും പ്രശ്നങ്ങളൊക്കെ കാരണം കുറച്ചുനാൾ എനിക്ക് ഇതിൽ നിന്നൊക്കെ മാറി നിൽക്കേണ്ടി വന്നു. അങ്ങനെ ഞാൻ ഏകാന്ത ജീവിതം നയിക്കുന്ന ഒരു കാലത്ത് മനസ്സിലേക്ക് ബാല്യകാലത്ത്, വിദ്യാഭ്യാസ കാലത്ത് സ്കൂളിലെ ലൈബ്രറിയിൽ നിന്ന് കിട്ടിയ പുസ്തകങ്ങൾ വായിച്ച ഓർമ്മകളിലേക്ക് വീണ്ടും മടങ്ങിപ്പോയി. വീണ്ടും ആ പുസ്തകങ്ങൾ എടുത്ത് വായിച്ചു. അങ്ങനെയാണ് വീണ്ടും ഒരിക്കൽ കൂടി പൊറ്റക്കാടിൻ്റെ സാഹിത്യങ്ങളിലേക്ക്, യാത്രാകരണങ്ങളിലേക്ക് തിരിച്ചു വരികയും അത് വായിച്ചിരിക്കുന്ന ഏതോ ഒരു നിമിഷത്തിൽ മനസ്സിൽ ഒരു ഇടിമിന്നലുണ്ടായി. ഇദ്ദേഹം അക്ഷരങ്ങളിലൂടെ ലോകത്തെ കാണിച്ച ഈ ലോകം നിനക്കെന്തുകൊണ്ട് നിനക്കറിയുന്ന മാധ്യമത്തിലൂടെ, ദൃശ്യമാധ്യമത്തിലൂടെ നിന്റെ ആളുകളെ കാണിച്ചുകൂടാ? അന്നത് അസാധ്യമായിരുന്നു. കാരണം അന്ന് ബാബു സാറിനൊക്കെ അറിയാം, അന്ന് യുമാറ്റിക് ക്യാമറയും ബീറ്റ ക്യാമറയും ഒക്കെ ഉള്ള ഒരു കാലമാണ്. ആ ക്യാമറയുടെ വലിപ്പമുള്ള ഒരു വസ്തു ഇന്നിപ്പോൾ ഇവിടെ ഈ പരിസരത്ത് കാണാനില്ല. ഒരു ഏകദേശം ഈ നീളമുണ്ട് ക്യാമറയ്ക്ക്. യുമാറ്റിക് ക്യാമറയ്ക്കാണെങ്കിൽ ഒരു ഡെക്കുണ്ട്, അത് തോളത്തിട്ട് വേറൊരാൾ കൂടെ നടക്കണം. ആ ഡെക്കിൽ നിന്ന് ക്യാമറയിലേക്ക് വലിയൊരു കേബിൾ ഉണ്ടാവും, ഇത് കണക്ട് ചെയ്ത് അതിലാണ് റെക്കോർഡ് ചെയ്യുന്നത്. അപ്പോൾ ഒരു 4 പേര് വേണം ക്യാമറമാന്മാർ. ഇവർക്ക് ഭക്ഷണം അറേഞ്ച് ചെയ്യണം, ഇവരുടെ കാർ അറേഞ്ച് ചെയ്യണം, ഇവർക്ക് സ്പെഷ്യൽ വണ്ടി വേണം. അപ്പോൾ ഒരു 6-7 പേരില്ലാതെ അന്നൊരു ഡോക്യുമെൻ്ററി ചിത്രീകരണം നടക്കില്ല. വിദേശ രാജ്യങ്ങളിൽ 90കളിൽ വിദേശ രാജ്യങ്ങളിൽ പോയി 6-7 പേരെ കൊണ്ടുപോയി ചിത്രീകരിക്കാൻ എന്നെ പോലെ ഒരു ഗതിയുമില്ലാതെ നടക്കുന്ന ഒരുത്തിന് സങ്കല്പിക്കാൻ പറ്റുന്ന കാര്യമായിരുന്നില്ല. പക്ഷെ ആ സമയത്ത് ഞാൻ ടെക്നോളജികൾ മാറുന്നത് നിരീക്ഷിച്ചു. ആ തലമുറയിൽ നിന്ന് അടുത്ത തലമുറയിലേക്ക് ടെക്നോളജി മാറുന്നത് നിരീക്ഷിച്ചപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. ഒരാൾക്ക് തനിച്ച് സ്വന്തം തോളിൽ വെച്ച് യാത്ര ചെയ്യാനും ഷൂട്ട് ചെയ്യാനും കഴിയുന്ന ഒരു ക്യാമറ കിട്ടിയാൽ, ആ ജോലി മുഴുവൻ ചെയ്യാൻ അറിയുന്ന ഒരാളുണ്ടായാൽ, അത് കൊണ്ടുവന്ന് എഡിറ്റ് ചെയ്ത് ഒരു പ്രോഗ്രാമാക്കി മാറ്റാൻ ഒരാൾക്ക് തന്നെ കഴിയുമെങ്കിൽ ആ പണി സാധ്യമാണ്. അങ്ങനെ ഞാൻ ഈ പണിയെല്ലാം ചെയ്യാൻ പഠിച്ചു. ക്യാമറാമാൻ്റെയും അസിസ്റ്റന്റ് ക്യാമറാമാൻ്റെയും വഴിയൊരുക്കുന്നവൻ്റെയും വണ്ടി വിളിക്കുന്നവൻ്റെയും ടാക്സിക്കാരൻ്റെയും ഭക്ഷണം കൊടുക്കുന്നവൻ്റെയും പ്രൊഡക്ഷൻ മാനേജറുടെയും പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവിൻ്റെയും സ്ക്രിപ്റ്റ് റൈറ്ററുടെയും എല്ലാം ജോലി ചെയ്യാൻ ഞാൻ പ്രാപ്തനായെന്ന് തോന്നിയ ഒരു ദിവസം മമ്മൂട്ടിക്ക് വേണ്ടി ഇവിടെ കൊണ്ടുവന്ന ഒരു ക്യാമറ ഉണ്ടായിരുന്നു, ലെൻസ്മാൻ എന്ന് പറഞ്ഞ സ്റ്റുഡിയോയിലേക്ക്. അത് മമ്മൂട്ടിക്ക് എന്തോ ഒരു കുഴപ്പം കൊണ്ടത് എടുക്കാൻ പറ്റിയില്ല. തോന്നപ്പോൾ ആ ലെൻസ്മാനിലെ ഉടമസ്ഥൻ എന്നോട് പറഞ്ഞു, സന്തോഷേ, ഈ ക്യാമറ എടുത്തിട്ട് കുറച്ച് പൈസ തന്നാൽ മതി, ബാക്കി ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് തന്നാൽ മതി. അങ്ങനെ കിട്ടിയ ക്യാമറയുമായിട്ട് നേപ്പാളിലേക്ക് ഒരു യാത്രയിലാണ് ഞാൻ ഈ സഞ്ചാരം അങ്ങ് നടപ്പാക്കുക എന്ന് തീരുമാനിച്ചത്. ഒരു ട്രെയിനിലാണ് ഇവിടുന്ന് പോകുന്നത്. ഈ ട്രെയിനിൽ പോകുമ്പോൾ ഗോരഖ്പൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് ചെന്ന് ഇറങ്ങണം. കൊച്ചിയിൽ നിന്ന് കയറുന്നു. അപ്പോൾ വലിയൊരു സംഘത്തിനൊപ്പമാണ് പോകുന്നത്. ആ സംഘത്തിൽ എല്ലാവരും തീർത്ഥാടകരാണ്, ഞാനൊഴികെ. അവരുടെയൊക്കെ ലക്ഷ്യം പശുപതിനാഥ ക്ഷേത്രവും പലതരത്തിലുള്ള നേപ്പാളിലെ ഹിമാലയത്തിലെ ക്ഷേത്രങ്ങൾ സന്ദർശിക്കുക, പ്രാർത്ഥിക്കുക. ഇതാണ് എൻ്റെ ലക്ഷ്യം. ഈ യാത്ര മുഴുവൻ അനുഭവങ്ങൾ ഷൂട്ട് ചെയ്തെടുക്കുക. ഈ കൂറ്റൻ ക്യാമറ, അന്ന് ഒറ്റ ക്യാമറയാണെങ്കിലും വലിപ്പമുണ്ട്, അതൊരു വലിയ ബാഗിനകത്തിട്ട്
അപ്പർ ബർത്തിൽ ഒരു മൂലയ്ക്ക് ഒതുക്കി വെച്ച്, കാരണം ഈ ചമ്പൽക്കാടൊക്കെ കഴിഞ്ഞു പോകുമ്പോൾ ഇതാരെങ്കിലും അടിച്ചുകൊണ്ട് പോകാൻ പാടില്ല, ഉറക്കമില്ലാതെ കാവലിരുന്ന് ഒരക്കൂരി ചെന്നിറങ്ങുന്നു. അവിടുന്ന് സുനോലി എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്ക് എത്തുന്നു. സുനോലി ഇതിന്റെ ബോർഡറാണ് ഇന്ത്യയുടെയും നേപ്പാളിന്റെയും. അപ്പൊ അന്നൊക്കെ അങ്ങോട്ട് നടന്നു വേണം പോകാൻ. അങ്ങനെ ഞാൻ എൻ്റെ ആദ്യ രാജ്യത്തേക്ക് ഈ കൂറ്റൻ ക്യാമറയും തുണിയുടെ ഒരു സഞ്ചിയുമായിട്ട് നടന്നു കയറി. അവിടുന്ന് അടുത്ത ബസ്സിൽ ഞങ്ങൾ പൊഖറ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോകുന്നു. പല കാഴ്ചകളിലേക്ക് പോകുന്നു, ചിത്രീകരിക്കുന്നു. പക്ഷെ ഒരു പ്രശ്നമുണ്ടായി. ഈ സ്ഥലങ്ങളിലൊക്കെ എൻ്റെ കൂടെയുള്ള തീർത്ഥാടക സംഘത്തിന് കൊണ്ടുപോവുക, പ്രാർത്ഥിക്കുക, കുറച്ച് കാണിക്കയിടുക, കാഴ്ചകളൊന്ന് വട്ടത്തിൽ കാണുക, പോതാ മതി. ഒരു ഡോക്യുമെന്ററി അല്ലെങ്കിൽ ഒരു ട്രാവലോഗ് ചിത്രീകരിക്കണമെങ്കിൽ അത്രയും സമയം പോരാ. കുറേയേറെ ഷോട്ടുകൾ എടുക്കണം, കുറേയേറെ വിവരങ്ങൾ ശേഖരിക്കണം. അപ്പോൾ ഈ സംഘത്തിൽ ഏറ്റവും അവസാനം ബസ്സിൽ വന്ന് കയറുന്ന ഞാനായി. എൻ്റെ ഈ പണിയൊക്കെ ഒറ്റയ്ക്കൊരു ക്യാമറയും കൊണ്ട് കാണിക്കുന്ന ഈ പരിപാടിയൊക്കെ ഈ കൂടെയുള്ള കാരണവന്മാർക്കൊട്ട് മനസ്സിലായില്ല. രണ്ടാം ദിവസം ആയപ്പോഴത്തേക്കും ഇവർ എതിർപ്പ് തുടങ്ങി, പ്രൊട്ടസ്റ്റ് തുടങ്ങി. ഒന്നെങ്കിൽ ഇയാൾ വേറെ വണ്ടി വിളിച്ച് പുറകെ വാ, അല്ലെങ്കിൽ ഞങ്ങളുടെ ഒപ്പം വരിക. ഒടുവിൽ ഇവർ അവിടെ ഇവിടെ ഇരുന്ന് ബസ്സിലിരുന്ന് പരിഹസിക്കുന്ന സ്ഥിതിയിലെത്തി. ഇയാൾ വല്ലോ സീരിയലും എടുക്കേണ്ടതിന് പകരം എന്താ ഇയാൾ ഈ കാണിക്കുന്നത്? അപ്പൊ എനിക്കിതൊക്കെ കേൾക്കാം. ഒരു കാര്യം മനസ്സിലായി, ഇങ്ങനെ ഒരു സംഘത്തിനൊപ്പം ഇത്തരമൊരു യാത്രയിൽ ഒറ്റയ്ക്കൊരു ക്യാമറയും തോളിൽ വെച്ച് നടന്ന് എൻ്റെ സ്വപ്നത്തിലെ ഒരു ട്രാവലോഗ് ഉണ്ടാവില്ല. 2, 3, 4 ദിവസമൊക്കെ ആയപ്പോഴത്തേക്ക് ഞാൻ തീർത്ത് ഡെസ്പായി. ഞാൻ വിചാരിച്ചു എൻ്റെ ആ സ്വപ്നം നടക്കാൻ സാധ്യതയില്ല. കാരണം ഒറ്റയ്ക്ക് യാത്ര ചെയ്യാൻ വേണ്ട സന്നാഹങ്ങൾ എന്തൊക്കെ വേണം? എന്നെ പോലെ ഒരു കുഗ്രാമത്തിൽ നിന്നവന് ഈ ലോകത്തിലെ രാജ്യങ്ങളിലേക്കൊക്കെ ഒറ്റയ്ക്ക് വഴി കണ്ടുപിടിച്ച് ഈ ക്യാമറയുമായിട്ട് പോയി ചിത്രീകരിക്കാൻ പറ്റുമോ? ഇങ്ങനെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പ് ടൂറിന്റെ കൂടെ പോയി വല്ലതും ചെയ്യല്ലാതെ നടക്കില്ല. അതിനുമാത്രമുള്ള പൈസ മുടക്കാൻ പറ്റില്ല, വഴിയറിയില്ല, ഭാഷ അറിയില്ല. ഇമ്പോസിബിൾ എന്ന തീരുമാനമായി ഞാൻ പയ്യെ നിരാശനായി. അപ്പോഴാണ് ഈ ടൂറിന്റെ സംഘത്തിന്റെ അത് നയിക്കുന്ന നരേന്ദ്രൻ എന്ന് പറയുന്ന ഒരാള്, അദ്ദേഹം അടുത്ത കാലത്ത് മരിച്ചുപോയി, കോഴിക്കോടുകാരനാണ്. അദ്ദേഹം എൻ്റെ അടുത്ത് വന്നിട്ട് അദ്ദേഹത്തിന് കാര്യം മനസ്സിലായി. അദ്ദേഹത്തിന് ഞാൻ ഈ ചെയ്യുന്ന പ്രവൃത്തിയിൽ ചെറിയൊരു താല്പര്യമൊക്കെ തോന്നിയിരുന്നു. അദ്ദേഹം പറഞ്ഞു, സന്തോഷേ, ഒരു കാര്യം ചെയ്യാം, ഇവർ ഈ ബസ്സിലാണ് ഇനി കാഠ്മണ്ഡുവിലേക്ക് പോകുന്നത്. തനിക്ക് വേണമെങ്കിൽ ഞാനൊരു സഹായം ചെയ്തു തരാം. ഒരു 500 രൂപ 650 രൂപ എടുക്കാമെന്നുണ്ടെങ്കിൽ പൊഖറ എന്ന് പറയുന്ന ഈ പട്ടണത്തിൽ നിന്ന് കാഠ്മണ്ഡുവിലേക്കുള്ള വിമാനത്തിൽ തനിക്കൊരു സീറ്റ് സംഘടിപ്പിച്ചു തരാം. അന്ന് അത്രയൊക്കെ പൈസയേ ഉള്ളൂ. ഞാൻ പറഞ്ഞു, ശരി, ഞാൻ നാട്ടിൽ ചെല്ലുമ്പോൾ തരാം പൈസ, ഇപ്പൊ എൻ്റെ കയ്യിൽ കാര്യമായിട്ടില്ല, അത് തന്നാൽ ബാക്കി പൈസ എല്ലാം തീരും. അപ്പൊ അദ്ദേഹം എനിക്കൊരു ടിക്കറ്റ് എടുത്തു തന്നു. പൊഖറയിലെ എയർപോർട്ടിൽ ചെന്നു. എയർപോർട്ടിൽ നിന്നൊന്നും പറയാനില്ല, വലിയൊരു മൈതാനം, ടാറിട്ട ഒരു മൈതാനം, അതിൽ കുറെ ഷെഡുകൾ. അവിടെ ഒരു പഴഞ്ചൻ വിമാനം വന്ന് കിടക്കുന്നു. അത് നമ്മൾ ഈ സ്വാതന്ത്ര്യാനന്തര കാലത്തെ ചില ഫിലിമുകളിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. അതുപോലത്തെ വിമാനങ്ങളാണ്. ആകെപ്പാടെ 20-22 പേർക്ക് അതിനകത്ത് കയറത്തുള്ളൂ. പ്രൊപ്പല്ലറുള്ള ഒരു വിമാനം. ഞാൻ ആവേശപൂർവ്വം അതിനകത്ത് ചെന്ന് കയറിയപ്പോൾ ഉള്ളൊരു കുഴപ്പം എന്താ അറിയോ? എനിക്ക് തന്നിരിക്കുന്നത് നടുക്കത്തെ സീറ്റാ, വിൻഡോ സീറ്റ് അല്ല. ഈ കൂറ്റൻ ക്യാമറയായിട്ട് കയറി ഞാൻ പ്രതീക്ഷിക്കുന്നത് എന്താണ്? വിമാനത്തിലേക്ക് കയറുന്ന ഷോട്ടുകൾ, വിമാനത്തിനകത്തെ ഷോട്ടുകൾ, ജാലകത്തിലൂടെ ഹിമാലയത്തിന് മുകളിലൂടെ പറക്കുമ്പോൾ ആ ദൃശ്യങ്ങൾ, നേപ്പാളിന്റെ ആകാശത്തുള്ള ദൃശ്യങ്ങൾ. മലയാളി ഇതോടെ ഞെട്ടും. ഈ പ്രതീക്ഷയിലാണ് ഞാൻ അങ്ങനെ കയറിയിരിക്കുന്നത്. ഞാനാണ് ഞെട്ടിയത്, സീറ്റില്ല. ഒടുവിൽ വിമാനം ഓടിത്തുടങ്ങി. നല്ല വിറച്ചാണ് പോകുന്നത്. ഇത് അങ്ങ് എത്തുമോ എന്നുള്ള പേടിയായി. തകിടൊക്കെ വിറയ്ക്കുന്നുണ്ട്, ലഗേജൊക്കെ മുകളിൽ കിടന്ന് കുടുങ്ങുന്നുണ്ട്. അപ്പൊ ഞാൻ ശ്രദ്ധിച്ചു, പുറകിൽ ഏറ്റവും പിന്നിൽ ഒരു സീറ്റ്, ഒരു വിൻഡോയോട് ചേർന്ന സീറ്റാ. അതിൽ ഇവരുടെ എന്തൊക്കെയോ സാധനങ്ങൾ, ഈ എയർലൈൻ കമ്പനിയുടെ ആണെന്ന് തോന്നുന്നു, കുറച്ച് പൊതിയൊക്കെ വെച്ചിട്ട് സീറ്റ് ബെൽറ്റ് ഇട്ട് കെട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ എയർ ഹോസ്റ്റസ് അടുത്ത് വന്നപ്പോൾ, ടേക്ക് ഓഫിന് തൊട്ട് മുമ്പ് വന്നപ്പോൾ ഞാൻ ചോദിച്ചു, എൻ്റെ സീറ്റ് അങ്ങോട്ടൊന്ന് മാറ്റി തരാമോ, ഞാൻ അവിടെ പോയി ഇരുന്നോട്ടെ, എനിക്കൊന്ന് ഷൂട്ട് ചെയ്യണം. ഇവർ വളരെ ഗൗരവത്തിൽ എൻ്റെ മോതോട് നോക്കണം, അവിടെ ഇരിയെന്ന് പറഞ്ഞു. ടേക്ക് ഓഫ് ചെയ്തു. നിരാശയായി, പൊങ്ങൊന്നും എടുക്കാൻ പറ്റിയില്ല. പറന്നുയർന്നു കഴിഞ്ഞ് വീണ്ടും കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ എയർ ഹോസ്റ്റസ് എതിരെ വന്നു. ഞാൻ വീണ്ടും റിക്വസ്റ്റ് ചെയ്തു, ഞാൻ വന്നത് ഒരു ഉദ്ദേശത്തിനാണ്, എന്നെ അവിടെ ഒന്ന് ഇരുത്താൻ പറ്റുമോ? അപ്പോൾ അവർ ഇരിക്കാൻ പറഞ്ഞു, അവിടെ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. ഇവർ എന്നിട്ട് നേരെ ഫ്രണ്ടിലേക്ക് പോകുന്നു, മുൻഭാഗത്തേക്ക് പോകുന്നു. ഇത്തിരി കഴിഞ്ഞ് തിരിച്ചു വന്നിട്ട് എന്നെ വിളിച്ചു. അപ്പോഴെൻ്റെ മടിയിൽ ക്യാമറയുണ്ട്. ഈ ക്യാമറ വേറെ വെക്കാൻ പറ്റില്ല, ഹെവി ക്യാമറയാണ്, ഭയങ്കര വില പിടിച്ച ക്യാമറയാണ്. അപ്പോൾ എന്നോട് പറഞ്ഞു, മുമ്പോട്ട് വരൂ. അപ്പോൾ ഞാൻ വിചാരിച്ചു മുമ്പിലൊരു സീറ്റ് ഉണ്ടാവും. എന്നിട്ട് പറഞ്ഞു, പൈലറ്റ് വിളിക്കുന്നു നിങ്ങളെ. കുഴഞ്ഞില്ലേ? അപ്പോൾ ഈ ക്യാമറയുമായിട്ട് ഇതിനകത്ത് കയറി ഷൂട്ട് ചെയ്തു. വലിയ ശിക്ഷ ഇനി വരാൻ പോവുകയാണ്. ഞാൻ പറഞ്ഞു, കുഴപ്പമില്ല, ഞാൻ ഇവിടെ തന്നെ ഇരുന്നോളാം, എനിക്ക് മറ്റേ സീറ്റ് വേണ്ട. അല്ല, വരൂ, വിളിക്കുന്നു. എന്നെ കൂട്ടിക്കൊണ്ട് പോകുന്നു. കോക്പിറ്റിന്റെ വാതിൽ തുറന്നു. എന്നിട്ട് പൈലറ്റിനെ വിളിച്ചു, ഇങ്ങനെ ആൾ വന്നിരിക്കുന്നു. പൈലറ്റ് എൻ്റെ നേരെ തിരിഞ്ഞു നോക്കിയിട്ട്, എന്താ അവിടെ പരിപാടി? അതുവരെ
പേടിച്ച് വരണ്ടിരുന്ന എനിക്ക് എവിടുന്നോ ഒരു ചെറിയ ധൈര്യം വന്നു. ധൈര്യം വന്നപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ ഇന്ത്യയിൽ നിന്നാണ്, ഞാനൊരു ടെലിവിഷൻ പ്രൊഫഷണലാണ്, ഞാനൊരു ട്രാവൽ വീഡിയോ ടെലിവിഷന് വേണ്ടി ചിത്രീകരിക്കാൻ വേണ്ടി വന്നതാണ്. പക്ഷെ നിർഭാഗ്യവശാൽ എനിക്കൊരു വിൻഡോ സീറ്റ് കിട്ടിയില്ല. അതുകൊണ്ട് നടുക്കുള്ളൊരു സീറ്റിൽ, അയൽ സീറ്റിൽ ഇരിക്കേണ്ടി വന്നു. ഞാനൊരു റിക്വസ്റ്റ് ചെയ്തു, പക്ഷെ കിട്ടിയില്ല. അപ്പോൾ അദ്ദേഹം എന്നെ അടിമുടി ഒന്ന് നോക്കി, കയ്യിലെ ക്യാമറയിലൊക്കെ ഇട്ട് നോക്കിയിട്ട് അദ്ദേഹം ചോദിച്ചു, ഈ പുറകിലെ ഈ ജനക്കൂട്ടത്തിന് ഇടയ്ക്ക് ഇരുന്നിട്ടാണോ താൻ ഈ ട്രാവലോഗ് ഉണ്ടാക്കുന്നത്? ഒരു കാര്യം ചെയ്യേ, തനിക്ക് ഇവിടെ ഇരിക്കാൻ പറ്റുമോ? എവിടെയാണെന്ന് എനിക്ക് മനസ്സിലായില്ല. അദ്ദേഹം പറഞ്ഞു, ആ ഡോർ അടയ്ക്കാൻ പറഞ്ഞു. കോക്പിറ്റിന്റെ ഡോർ അടച്ചു. ആ ഡോറിൽ മടക്കി വെച്ചിരിക്കുന്ന ഒരു സീറ്റുണ്ട്, നിവർത്തിയിടാൻ പറഞ്ഞു. നിവർത്തിയിട്ടു. അവിടെ ഇരിക്കാൻ പറഞ്ഞു. ഞാൻ ഇരുന്നു. ക്യാമറ ഓൺ ചെയ്യുന്നില്ലേ ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഓൺ ചെയ്യാം. ഞാൻ ക്യാമറ ഓൺ ചെയ്തു. ആ കോക്പിറ്റിൽ നിന്ന് ഷോട്ടുകൾ പൈലറ്റുമാരുടെ എടുത്തു. ഇപ്പം ഈ സംസാരിക്കുന്ന സമയത്ത് ഒരു കോ പൈലറ്റ് ഉണ്ട്, ചെറുപ്പക്കാരൻ. അദ്ദേഹം ഇത് വർത്തിക്കൊണ്ടിരിക്കുന്നത്. എന്നിട്ട് എന്നോട് ചോദിച്ചു, കാണാൻ പറ്റുന്നുണ്ടോ പുറത്തെ കാഴ്ച? ഞാൻ പറഞ്ഞു, കാണാൻ പറ്റുന്നില്ല, നിങ്ങളെയൊക്കെ കാണുന്നുള്ളൂ. നീ എഴുന്നേറ്റ് നിൽക്കുക, അപ്പോൾ കാണാൻ പറ്റും. അപ്പം ഞാൻ അവിടെ എഴുന്നേറ്റ് നിന്നു. ജനലിൽ കൂടെ നോക്കുമ്പോൾ, വിൻഡോയിലൂടെ നോക്കുമ്പോൾ കാണാം താഴത്തെ മലനിരകൾ. പയ്യെ ഷൂട്ട് ചെയ്ത് തുടങ്ങി. അത് കഴിഞ്ഞ് പുള്ളി ചോദിച്ചു, അപ്പം ഞാൻ ഇദ്ദേഹത്തിനോടൊരു ബന്ധം സ്ഥാപിക്കാൻ ചോദിച്ചു. അദ്ദേഹത്തിൻ്റെ പേര് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, എൻ്റെ പേര് രത്തൻ ബഹാദൂർ ലാമിച്ചാനെ എന്നാണ്. ശരി, ഞാനതൊക്കെ ഷൂട്ട് ചെയ്തെടുത്തു. മറ്റേ പൈലറ്റിനെ ഷൂട്ട് ചെയ്തു. താഴത്തെ കാഴ്ചകൾ ഓരോന്നോരോന്നെ ഷൂട്ട് ചെയ്തു. ഇത്തിരി കഴിഞ്ഞപ്പോഴത്തേക്കും മനാക്കാമന എന്ന് പറയുന്നൊരു ക്ഷേത്രമുണ്ട്, അത് ആകാശത്ത് നിന്ന് കാണാം. അതിങ്ങനെ ഷൂട്ട് ചെയ്യാൻ തുടങ്ങിയപ്പോഴത്തേക്ക് അതങ്ങനെ അങ്ങ് പോയി. അപ്പോൾ പൈലറ്റ് രത്തൻ ചോദിച്ചു, കിട്ടിയോ അത്? ഞാൻ പറഞ്ഞു, മുഴുവൻ കിട്ടിയില്ല. കിട്ടിയില്ലേ പറയണ്ടേ? അയാൾ പയ്യെ വിമാനം ഒന്ന് ചെരിച്ചു. ഇപ്പൊ കിട്ടുന്നുണ്ടോ? ഞാൻ പറഞ്ഞു, കിട്ടുന്നുണ്ട്. ആ, എടുത്തോളൂ. അങ്ങനെ ചെരിച്ച വിമാനത്തിനകത്തിരുന്ന് ഞാൻ ആ ഷോട്ടുകൾ എടുത്തു. അങ്ങ് കാഠ്മണ്ഡു വരെ ഇങ്ങനെ ഓരോ കാഴ്ചകളും എനിക്ക് കാണിച്ചു തന്നു, കഥകൾ പറഞ്ഞു തന്നു. ഈ സമയത്തൊക്കെ കോ പൈലറ്റാണ് വിമാനം പറത്തുന്നത്. കാഠ്മണ്ഡുവിന്റെ മുകളിലെത്തിയപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇനി സീറ്റായിട്ടിരുന്നു, ഞങ്ങൾ ലാൻഡ് ചെയ്യാൻ പോവുക. ഞാനിരുന്നു. ഇരിക്കുമ്പോൾ ഞാൻ അകത്തെ ഷോട്ടുകൾ എടുത്തു. വിമാനം പോയി കാഠ്മണ്ഡുവിന്റെ റൺവേയിൽ പോയി ഇറങ്ങി. നിശ്ചലമായി. പുറകിലുള്ളവരെല്ലാം എഴുന്നേറ്റ് പോകാൻ തുടങ്ങി. ഞാനൊരു നന്ദിയൊക്കെ പറഞ്ഞ് ഞാനൊന്ന് ഇറങ്ങുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ അയാൾ പറഞ്ഞു, എങ്ങോട്ടാ പോകുന്നേ? ഒരു കാര്യം ചെയ്യേ, പുറത്തിറങ്ങിയിട്ട് ആ ഗോവണിയുടെ ചുവട്ടിലവിടെ നിൽക്കണം, ഞാനങ്ങ് വരുന്നുണ്ട്. എനിക്ക് മനസ്സിലായില്ല എന്തിനാണോ ഇയാൾ വരുന്നത്. ഞാൻ പുറത്തിറങ്ങി ഗോവണി ചുവട്ടിൽ കാത്തു നിൽപ്പായി. കുറേ നേരം കഴിഞ്ഞപ്പോൾ പൈലറ്റും കോ പൈലറ്റൂടെ ഇറങ്ങി വരുന്നു. കോ പൈലറ്റിൻ്റെ കയ്യിലേക്ക് ഒരു ചെറിയ ക്യാമറ, അന്നത്തെ ഒരു ഓട്ടോ ഫോക്കസ് ക്യാമറ എടുത്ത് ഈ പൈലറ്റ് രത്തൻ ലാമിച്ചാനെ കൊടുത്തിട്ട് പറഞ്ഞു, ഞങ്ങൾ രണ്ടുപേരും കൂടെ ഈ വിമാനത്തിന് മുമ്പ് ഇരിക്കുന്നതിൻ്റെ ഒരു പടം എടുക്കുക. എനിക്കിതൊന്നും മനസ്സിലാവുന്നില്ല. ഞങ്ങൾ രണ്ടുപേരും കൂടെ നിന്നു. ഞാൻ ആ ക്യാമറയും പിടിച്ച് ഞാൻ നിന്നു. അദ്ദേഹം എൻ്റെ സൈഡിൽ നിന്നു. ഈ കോ പൈലറ്റ് 2-3 ദൃശ്യങ്ങൾ പകർത്തി. അപ്പം ഇത് അന്തം വിട്ട് നിൽക്കുന്ന എൻ്റെ മുഖത്ത് നോക്കിയിട്ട് അദ്ദേഹം പറഞ്ഞു, നിങ്ങളുടെ ആദ്യത്തെ വിദേശയാത്രയല്ലേ ഇത്? അതെ. ലോകരാജ്യങ്ങളിലൂടെ സഞ്ചരിച്ച് ഒരു യാത്രാ വിവരണം ടെലിവിഷന് വേണ്ടി ഉണ്ടാക്കല്ലേ നിങ്ങളുടെ ലക്ഷ്യം? അതെ. അത് തുടങ്ങുന്നത് ഇവിടെ നിന്നല്ലേ? അതെ. എനിക്കിത് സൂക്ഷിക്കാനാ. ലോകയാത്ര നടത്തുന്ന ഒരു മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ യാത്രാ വിവരണം, ദൃശ്യയാത്രാ വിവരണം ആരംഭിച്ചത് എൻ്റെ ഒപ്പം ഈ വിമാനത്തിലാണെന്ന് എനിക്ക് ഓർമ്മിക്കാൻ വേണ്ടി എടുത്ത ഫോട്ടോയാണിത്. നിങ്ങളുടെ യാത്ര അതിഗംഭീരമാകും. ആയിരക്കണക്കിന് ആളുകളെ സ്വാധീനിക്കുന്ന ഒന്നായി മാറും. ഞാൻ അവിടെ നിന്നപ്പോൾ ഒരാവേശം ഉള്ളിലുണ്ടായിരുന്നു. എൻ്റെ കൂടെ തീർത്ഥാടക സംഘം സഞ്ചരിച്ച് കഴിഞ്ഞ 4 ദിവസം ഞാൻ കേട്ടത് നമ്മുടെ മനസ്സ് മടുപ്പിക്കുന്ന, നമ്മളെ നിരാശപ്പെടുത്തുന്ന വാക്കുകളാണെങ്കിൽ, ആകാശത്ത് നിന്ന് ഭൂമി കണ്ട ഒരു മനുഷ്യൻ ഇതാ പറയുന്നു, നിന്റെ ഈ യാത്ര സഫലമാകും, നീ ഒരു ദിവസം വിജയിയായി തീരും. അവിടുന്ന് ഞാനൊരു തീരുമാനമെടുത്തു, ഈ സ്വപ്നവുമായിട്ട് ഞാൻ മുന്നോട്ട് പോവുക തന്നെ ചെയ്യും. അങ്ങനെയാണ് സഞ്ചാരം പറക്കുന്നത്. പിന്നീട് സഞ്ചാരം ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്തു. 12 വർഷം പ്രതിഫലങ്ങളൊന്നുമില്ലാതെ അതിൽ പോയി. 2012 സഫാരി എന്ന ടെലിവിഷൻ ചാനലായി മാറി. ഇപ്പോൾ നിങ്ങളുടെ മുമ്പിൽ ഞാനിവിടെ നിൽക്കുകയാണ്, 152 രാജ്യങ്ങൾ കഴിഞ്ഞ്. ഞാൻ ഈ കഥ പറഞ്ഞത് നിങ്ങളെ നിരാശപ്പെടുത്തുന്ന, നിങ്ങളുടെ ആത്മവിശ്വാസം കെടുത്തുന്ന നിരവധി ആളുകൾ നിങ്ങൾക്ക് ചുറ്റുമുണ്ടാവും. പക്ഷേ നിങ്ങൾക്ക് പ്രചോദനം നൽകുന്ന ഒരാളെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതം മാറി മറിയും. മുമ്പേ പറഞ്ഞ ലിസ്റ്റിലെ ഒരാളായി നിങ്ങൾ മാറും. മാതാപിതാക്കളോട് എനിക്കൊരു അഭ്യർത്ഥനയുണ്ട്, അധ്യാപകരോട് ഒരു അഭ്യർത്ഥനയുണ്ട്. ഈ 30 പേര് ബസ്സിലുണ്ടായിരുന്ന തീർത്ഥാടകരായ, ആത്മീയചിന്തയിൽ മുഴുകിയ അവർ പറഞ്ഞു കൊടുത്ത അറിവിനേക്കാൾ ഒരൊറ്റ രത്തൻ ലാമിച്ചാനെയാകാൻ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ നിങ്ങൾ ഈ ഇരിക്കുന്ന കുട്ടികളെ ലോകമറിയുന്ന പ്രതിഭകളാക്കി മാറ്റും. എല്ലാ ആശംസകളും. താങ്ക് യു.